വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഷൈജു. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മൾ കുറെ നാളുകളായിട്ട് കാത്തിരുന്നുകൊണ്ടിരുന്ന CPO വിമൻ CPO നോട്ടിഫിക്കേഷൻ എന്നത്തേക്കുണ്ടാകും, പരീക്ഷ എന്നത്തേക്ക് പ്രതീക്ഷിക്കാം എന്നുൾപ്പെടെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ ആണ് CPO വിമൻ CPO എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ. സ്വാഭാവികമായിട്ടും CPO വിമൻ CPO നോട്ടിഫിക്കേഷൻ എന്ന് കേൾക്കുമ്പോഴേ നെഗറ്റീവ് പറയുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. കാരണം നിയമനങ്ങൾ കുറവാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യത, അതേപോലെ തന്നെ 2 ലിസ്റ്റ് പെൻഡിങ് ആയിട്ട് കിടക്കുന്നു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യത. ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരുപാട് നെഗറ്റീവുകൾ വരാൻ അല്ലെങ്കിൽ നെഗറ്റീവ് റെസ്പോൺസുകൾ വരാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട തസ്തികയാണ് ഏത്, ഈ CPO വിമൻ CPO എന്ന് പറയുന്ന പരീക്ഷ. പക്ഷെ എന്നിരുന്നാലും സ്വാഭാവികമായിട്ടും 2025 ഒരു പരീക്ഷ നടക്കുമല്ലോ, നടക്കും. തീർച്ചയായിട്ടും നിങ്ങൾ അതിലേക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണല്ലോ, ആണ്. അങ്ങനെയാണെങ്കിൽ ആ നെഗറ്റീവ് വാക്കുകളെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞുകൊണ്ട് 2025 പരീക്ഷ നടക്കുമെന്നും 2025 നടക്കുന്ന പരീക്ഷയിലെ നിങ്ങൾ ഏത് ബറ്റാലിയനാണോ വെക്കുന്നത് ആ ബറ്റാലിയനിലെ ആദ്യത്തെ 50-നകത്തേക്ക് എൻ്റെ പേരുണ്ടാകണം എന്നുമുള്ള ആത്മവിശ്വാസം അല്ലെങ്കിൽ ആ ദൃഢനിശ്ചയം മുമ്പോട്ടുള്ള യാത്രയിൽ ഉണ്ടാകണം. അല്ലാതെ പുറത്തുനിന്ന് ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ വലിയൊരു ഭാവിയാണ് നമുക്ക് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത്. എന്തായാലും ഒരാളെങ്കിലും എടുക്കത്തില്ലേ, ഒരു വേക്കൻസി എങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് കാക്കി അണിയുക എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാകുവാൻ ഇത്തവണ 2025 നടക്കാൻ പോകുന്ന CPO വിമൻ CPO പരീക്ഷയ്ക്ക് ഏറ്റവും ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. സോ ആ പ്രിപ്പറേഷൻ നിങ്ങൾ ഇന്ന് തന്നെ തുടങ്ങുക. സോ ഈ വീഡിയോ കാണുന്നതോടുകൂടി നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ഐഡിയ കിട്ടും എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെ പഠിക്കണം, ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ 2025 നടക്കാൻ പോകുന്ന നമ്മുടെ CPO പരീക്ഷ എങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിലെല്ലാം ഒരു പക്ക ക്ലാരിറ്റി ഇന്നത്തോടുകൂടി നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പുറത്തു നിന്നുള്ള നെഗറ്റീവ് ന്യൂസുകൾ പൂർണ്ണമായിട്ടും തള്ളിക്കളയുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. എന്തായാലും 2025 പരീക്ഷ നടക്കുമ്പോൾ നമ്മളുടെ സ്ഥാനം ആദ്യത്തെ 50-നകത്തേക്ക് ഉണ്ടാകണം എന്നുള്ള ആ ഒരു ബോധം മാത്രമാണ് ആദ്യമായിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് വേണ്ടത്. സോ ആ ഒരു യാഥാർത്ഥ്യത നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും, ആളുകൾ പല കാര്യങ്ങൾ പറയുമ്പോഴും ആ ഒരു യാഥാർത്ഥ്യത മുന്നിൽ കണ്ടുകൊണ്ട് വേണം മുമ്പോട്ട് പോകാൻ. അതിനകത്ത് ഒരു വിട്ടുവീഴ്ച മനോഭാവവും ചെയ്യരുത്. അപ്പോൾ നമ്മുടെ 2021 മുതൽ 2024 വരെ, അതായത് 2021 മുതലാണ് ഇങ്ങോട്ട് PSC പരീക്ഷാ പാറ്റേൺ ഒക്കെ മാറ്റിയത്. അപ്പൊ 2021 മുതൽ 2024 വരെയുള്ള കാലഘട്ടം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ മക്കളെ 2022 ഒരു പരീക്ഷ നടത്തി, CPO പരീക്ഷ നടത്തി. 2023 മറ്റൊരു പരീക്ഷ നടത്തി. അതിന്റെ റാങ്ക് ലിസ്റ്റ് ആണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. 2024 മറ്റൊരു പരീക്ഷ കഴിഞ്ഞു. അതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് PSC തിരക്കിലുമാണ്. ഈ ലിസ്റ്റിന് ആകെ 1 വർഷത്തെ കാലാവധിയാണുള്ളത്. ഫോഴ്സിന്റെ ലിസ്റ്റിനെല്ലാം ഓരോ വർഷത്തെ കാലാവധിയാണുള്ളത്. ഇപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ചെറിയ ഒരു ഏജിലുള്ള ഒരു കുട്ടി, അവൻ +2 യോഗ്യതയോടുകൂടി അവന്റെ വയസ്സ് ഈ ഒരു കാറ്റഗറിക്ക് അകത്ത് വരുന്നുണ്ടെങ്കിൽ, 26 വയസ്സിനകത്താണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവന് നമ്മൾ ഈ വരാൻ പോകുന്ന CPO പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം. ചെറിയ പ്രായത്തിലാണ് അവന് ആ ഒരു മോഹം പൂവണിയുന്നതെങ്കിൽ ഒരു SP റാങ്കിലൊക്കെ വരെ എത്താൻ സാധിക്കുന്ന വലിയ പ്രൊമോഷൻ സാധ്യതയുള്ള ഒരു തസ്തികയാണ് സിവിൽ പോലീസ് ഓഫീസർ എന്നുള്ള യാഥാർത്ഥ്യത മറന്നു പോരുത്. കാരണം ഒരു +2 യോഗ്യതയില്, ഒരു +2 ക്വാളിഫിക്കേഷനില് 31,000-ലധികം രൂപ ബേസിക് സാലറി വരുന്ന ഒരേ ഒരു തസ്തിക എന്ന് പറഞ്ഞാൽ അത് സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയാണ്. സോ അതുകൊണ്ട് വലിയൊരു ഉത്തരവാദിത്വമാണ് നമ്മുടെ മുമ്പിലുള്ളത്. സോ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ 2021 മുതൽ 2024 വരെ നാളിതുവരെ ചോദിച്ച എല്ലാ +2 ലെവൽ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് അത് പ്രിന്റ് എടുത്ത് വെച്ചിട്ട് ഓരോ പരീക്ഷയും, ഇപ്പൊ 2021 ആണെങ്കിലും 2022 ആണെങ്കിലും 2023 ആണെങ്കിലും 2024 ആണെങ്കിലും ഓരോ പരീക്ഷയിലെയും ഓരോ ചോദ്യങ്ങളും വന്നിരിക്കുന്ന ഓരോ ടോപ്പിക് ഉണ്ടാവുമല്ലോ, ആ ടോപ്പിക്ക് സൈഡിൽ എഴുതി നിങ്ങൾ മുമ്പോട്ട് പോവുക.
ആ ടോപ്പിക്കുകൾ വൃത്തിയായി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. സിലബസ് ഓറിയന്റഡ് ആയിട്ട് സിലബസ് കൂടി നിങ്ങൾ പാരലായിട്ട് പ്രിന്റ് എടുക്കുക. അപ്പൊ നമ്മൾ രണ്ടാമത്തെ കാര്യം പറയുന്നത്, ആദ്യമേ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ അതിനകത്ത് കൃത്യമായിട്ടൊരു ധാരണ ക്രിയേറ്റ് ചെയ്തു. എടാ മക്കളെ, രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സിലബസിന്റെ ഹാർഡ് കോപ്പി എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക. അതേപോലെ 2021 മുതൽ 2024 വരെയുള്ള നാളിതുവരെയുള്ള എല്ലാ +2 ലെവൽ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്യുക, പ്രിന്റ് എടുക്കുക, ഇതിന്റെ കൂടെ ചേർത്ത് വെക്കുക. ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു 5 ചോദ്യങ്ങളെങ്കിലും ഏറ്റവും ഭംഗിയായിട്ട് പഠിക്കണം. അത് നിങ്ങൾ ഏത് ടോപ്പിക്ക് നോക്കിയാലും, ഇപ്പൊ 2022 നടന്നുപോയ CPO പരീക്ഷയുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുക, ഏത് സബ് ടോപ്പിക്കിന് ചോദിച്ച ചോദ്യമാണെന്ന് മനസ്സിലാക്കുക. എടാ മക്കളെ, ആ സബ് ടോപ്പിക്ക് സൈഡിൽ എഴുതി വെക്കുക. അതിന്റെ ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരു ദിവസം അങ്ങ് പഠിക്കുക. ഒരു പോയിന്റ് മാത്രം, ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചാൽ മതി. സോ ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടും. തൊട്ടടുത്ത് നിങ്ങൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരിക, അതും പഠിക്കുക. അങ്ങനെ ഒരു ദിവസം ഒരു 5 ചോദ്യങ്ങളെങ്കിലും പഠിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കംപ്ലീറ്റ് കാര്യങ്ങളും ഒരു ബുക്കിനകത്തേക്ക് എഴുതി അത് റിവൈസ് ചെയ്ത് വായിക്കണം. എന്നുവരെ പരീക്ഷ വരെയും വായിക്കണം. ഇനി സാറേ, ഇപ്പോഴേ ഞങ്ങൾ പഠിച്ചു തുടങ്ങണമെന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. എന്തായാലും ഈ 2024 ഡിസംബർ 31 തീയതി ഗസറ്റിൽ വരാൻ പോകുന്ന വിമൻ CPO നോട്ടിഫിക്കേഷൻ ഏതാണ്ട് PSC കൃത്യമായിട്ട് പറഞ്ഞു. അതായത് ഡിസംബർ 31 തീയതി എന്തായാലും വിമൻ CPOയുടെ നോട്ടിഫിക്കേഷൻ വരും എന്നുള്ള കാര്യം PSC പറഞ്ഞു. അതിനോട് ചേർന്നുകൊണ്ട് CPO പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ കൂടി PSC ഒഫീഷ്യലായിട്ട് പുറത്തുവിടും. പക്ഷേ ആ നോട്ടിഫിക്കേഷൻ വരെ നിങ്ങൾ കാത്തിരുന്നു കഴിഞ്ഞാൽ ഓരോ ദിവസങ്ങളും ഓരോ മണിക്കൂറുകളും നിങ്ങളോട് ചെയ്യുന്ന ഒരു വലിയൊരു അനീതിയായിട്ട് മാറത്തേ ഉള്ളൂ. സോ അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ നോക്കി നിൽക്കണ്ട. നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പേ ഒരു 5 ക്വസ്റ്റ്യൻ പഠിച്ചാൽ അത്രയും വലിയ ഒരു ബാധ്യത നിങ്ങൾ ഇന്ന് ഒഴിവാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇനിയുള്ള ഓരോ ദിവസങ്ങളും കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 2025 തന്നെ ഈ പറയുന്ന കാക്കി അണിയുക എന്നുള്ള സ്വപ്നം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൂവണിയാൻ സാധിക്കും. അപ്പോൾ 2022 ഒരു പരീക്ഷ കഴിഞ്ഞു, 2023 ഒരു പരീക്ഷ കഴിഞ്ഞു, 2024 ഒരു പരീക്ഷ കഴിഞ്ഞു. തീർച്ചയായിട്ടും 2025 ഒരു പരീക്ഷ നടക്കാൻ പോകുന്നു. ആ പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും പ്രിപ്പറേഷനിലെ കൃത്യമായിട്ടൊരു ധാരണ നിങ്ങളുടെ മുമ്പിൽ വേണം. 2025 നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷ, അതിന്റെ റിസൾട്ട് വരുമ്പോൾ ആദ്യത്തെ 50-നകത്തേക്ക് എന്റെ പേരുണ്ടാകണം എന്നുള്ള ആ ഒരു ബോധം എപ്പോഴും യാത്രയിൽ ഉണ്ടാകണം. അത് തന്നെ ആയിരിക്കണം നിങ്ങളുടെ മനസ്സിൽ, ആ ഒരു ലക്ഷ്യമായിരിക്കണം. തീർച്ചയായിട്ടും എനിക്ക് പോലീസ് ആകണം എന്നുള്ള ആ ബോധത്തോടുകൂടി എന്ത് ചെയ്യണം, നിങ്ങൾ മുമ്പോട്ട് സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കണം. സോ അതിനകത്ത് ഒരു വിട്ടുവീഴ്ച മനോഭാവം കാണിക്കരുത്. അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ ജീവിതത്തിൽ സക്സസ് ആവാൻ സാധിക്കത്തുള്ളൂ. സോ ആഗ്രഹം മാത്രം കാര്യമില്ല. സോ ആഗ്രഹം വേണം, ചെറിയ ആഗ്രഹങ്ങളല്ല, വലിയതായിട്ട് ആഗ്രഹിക്കണം. പക്ഷെ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. ആഗ്രഹിക്കണം പ്ലസ് ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്കിലുപരി സ്മാർട്ട് വർക്ക് ചെയ്യണം. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് സക്സസ്ഫുൾ ആവാൻ സാധിക്കും. ഓക്കെ, ഇനി എടാ, പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് സിലബസ് എടുക്കണ്ടേ? സിലബസ് എടുത്തു വെച്ചല്ലോ. ഈ സിലബസിനകത്ത് 50 മാർക്ക് എന്തായാലും പരീക്ഷ 100 മാർക്കിനാണെന്നുള്ള കാര്യം അറിയാം. എടാ, 100 മാർക്കിന്റെ പരീക്ഷ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ആദ്യത്തെ 50 മാർക്കാണ് നമ്മുടെ പിടിവള്ളി. ഇവനെ നമ്മൾ പിടിച്ച് കെട്ടണം. എങ്ങനെ കെട്ടണം? എടാ, ആദ്യത്തെ 50 മാർക്കിനകത്ത് മാത്സിന് ഒരു 10 മാർക്കുണ്ടോ? ഉണ്ട്. ഇംഗ്ലീഷിന് ഒരു 10 മാർക്കുണ്ടോ? ഉണ്ട്. മലയാളത്തിന് 10 മാർക്കുണ്ടോ? ഉണ്ട്. അപ്പോൾ ഇംഗ്ലീഷും മലയാളവും മാത്സും കൂടെ ആയപ്പോൾ 30 മാർക്ക് നമ്മുടെ കസ്റ്റഡിയിലായി. ഇനി സ്പെഷ്യൽ ടോപ്പിക്ക് 20 മാർക്ക്, അപ്പൊ അത്രയായി 50 മാർക്കായി. ഈ 50 മാർക്ക് ഉണ്ടല്ലോ, ഇതിനകത്ത് ഒരു അപ്ഡേറ്റ്സും ഇല്ല. നിങ്ങൾ കണക്കിന്റെ ഒരു ടോപ്പിക് എടുത്തു, ശരാശരി പഠിക്കുന്നു. എടാ കുഞ്ഞുങ്ങളെ, ശരാശരി എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ പിന്നെ എന്തെങ്കിലും പുതുതായിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അത് അപ്ഡേറ്റ്സ് ഇല്ലാത്ത സബ്ജക്ട്സ് ആണ് ഈ കിടക്കുന്നത്. സോ അപ്ഡേറ്റ്സ് ഇല്ലാത്ത സാധനങ്ങളെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പിടിച്ചങ്ങ് മുറുക്കണം. അതായത് ഈ 50 മാർക്കിനകത്തുനിന്ന് ഏറ്റവും കുറഞ്ഞത് 42 മുതൽ 45 വരെ മാർക്ക് സ്കോർ ചെയ്യുന്ന ലെവലിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? സ്ഥിരമായിട്ട് എല്ലാ ദിവസവും പ്രിപ്പയർ ചെയ്യുമ്പോൾ മാത്സും ഇംഗ്ലീഷും മലയാളവും സ്പെഷ്യൽ ടോപ്പിക്കും കൃത്യമായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം പഠിക്കാൻ. ഈ സ്പെഷ്യൽ ടോപ്പിക്കിന് ഒരു പ്രത്യേകതയുണ്ട്. സ്പെഷ്യൽ ടോപ്പിക് 20 മാർക്കിനാ.
8 മൊഡ്യൂളുണ്ട്. 8 മൊഡ്യൂൾ കൃത്യമായിട്ട് സിലബസിനകത്ത് കിടപ്പുണ്ട്. ആ 8 മൊഡ്യൂളിൽ നിന്നുള്ള 20 ചോദ്യങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ളത്. സോ പഠിച്ചാൽ ഉറപ്പിക്കാൻ പറ്റുന്ന ഭാഗം, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗം, നിങ്ങളുടെ ജോലിയുടെ സ്വഭാവ നിർണയം ആണ് അവിടെ വരുന്നത്. അതായത് നമ്മൾ എന്തായാലും ഇത് പഠിച്ചു തുടങ്ങുമ്പോൾ ഇതിനകത്തേക്ക് നമ്മളിപ്പം പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മളൊരു പോലീസുകാരനാണെന്ന് അങ്ങ് ആലോചിക്കണം. നമ്മളൊരു പോലീസുകാരനാണ്. സോ സമൂഹത്തിൽ ഒരു കുറ്റം നടക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത്? അപ്പൊ അങ്ങനെയുള്ള ഒരു ഭാഗമാണ് ഏത്, ഈ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന ഭാഗം. അപ്പൊ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കുമ്പോൾ നിങ്ങളൊരു പോലീസുകാരനാണ് എന്ന് ആലോചിച്ച്, അല്ലെങ്കിൽ ഒരു പോലീസുകാരിയാണെന്ന് ആലോചിച്ചുകൊണ്ട് വേണം ആ ഓരോ ഭാഗങ്ങളും വായിക്കുവാൻ. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കേട്ടോ. 8 മൊഡ്യൂളാണുള്ളത്. 20 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ആ ഒരു ഭാഗത്തു നിന്നുള്ളത്. അടിക്കാൻ പറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ 50 മാർക്കിനകത്തുനിന്ന് നമ്മളൊരു 42 മുതൽ 45 മാർക്ക് വരെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മുടെ പിടിവള്ളിയിൽ ഒതുക്കുന്ന രീതിയിൽ വേണം ഓരോ ദിവസവും എന്ത് ചെയ്യാൻ, പ്രിപ്പയർ ചെയ്യാൻ. അപ്പൊ ഓരോ ദിവസവും നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോകുന്ന സമയത്ത് കൃത്യമായിട്ട് ഒരു ഐഡിയ വേണം. എന്ത്, എന്റെ മുമ്പിലെ ഇത്ര ദിവസം മാത്രമേ ഉള്ളൂ, സോ ഓരോ ദിവസങ്ങളും ഞാൻ പഠിക്കണം എന്നുള്ള ധാരണയോടുകൂടി വേണം മുമ്പോട്ട് പോകാന്. ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ, ഒരു ദിവസത്തെ പ്രിപ്പറേഷനിൽ ഈ പറയുന്ന ഭാഗങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മുമ്പിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല. ഇതിലെ ഏതെങ്കിലും ചെറിയ ടോപ്പിക്ക്, ഇപ്പൊ മാത്സിനകത്തുനിന്ന് എല്ലാം പഠിക്കണമെന്നില്ല. എടാ മാത്സിനകത്ത് ശരാശരി തുടങ്ങ്, ശരാശരിക്കകത്ത് ടൈപ്പ് 1ഉം ടൈപ്പ് 2 മാത്രം പഠി, കഴിഞ്ഞു. ഇനി അടുത്ത ഇംഗ്ലീഷ് എടുക്കടാ, അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഭാഗം പഠിക്കുക, കഴിഞ്ഞു. ഇനി അതുപോലെ മലയാളം എടുക്ക്, മലയാളത്തിനകത്ത് ഒരു പ്രധാനപ്പെട്ട ചെറിയൊരു ഭാഗം പഠിക്കുക, കഴിഞ്ഞു. അതേപോലെ സ്പെഷ്യൽ ടോപ്പിക് എടുക്ക്, സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് 2 ഭാഗം പഠിക്കടാ, കഴിഞ്ഞു. സോ അങ്ങനെ സ്ഥിരമായിട്ട് എന്ത് ചെയ്യണം, ഇതിങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോവുകയും വേണം. അപ്പൊ 50 മാർക്കിനകത്തുനിന്ന് ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ മിഷൻ 40 to 45 റേഞ്ചിലെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതിനകത്ത് ഒരു വിട്ടുവീഴ്ച മനോഭാവം ചെയ്യരുത്. അപ്പം ബാക്കിയുള്ള 50 മാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. എടാ മക്കളെ, ബാക്കിയുള്ള 50 മാർക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ ജനറൽ ടോപ്പിക്കാണ് 40 മാർക്ക്. അതായത് പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന നമ്മുടെ ജോഗ്രഫി ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, സയൻസ് ഉണ്ട്. സയൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്, ഈ പറയുന്ന നമ്മുടെ ഈ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്, എല്ലാം കൂടെ ചേർത്തിട്ടാണ്. അവിടുന്ന് ആ ഒരു ജനറൽ ടോപ്പിക് എല്ലാം കൂടെ ഒരു 40 ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഓരോ ടോപ്പിക്ക് കൃത്യമായിട്ട് സിലബസിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ത്യൻ ഹിസ്റ്ററിന് എത്ര മാർക്കിനാണ് ചോദിക്കുന്നത്, കേരള ഹിസ്റ്ററി എത്ര മാർക്കിനാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് കേരള ഹിസ്റ്ററി പഠിക്കാൻ ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു ഭാഗം കളഞ്ഞാൽ അത്രയും മാർക്ക് നഷ്ടപ്പെട്ടു പോകും എന്നറിയാൻ പറ്റും. ഇപ്പൊ വലിയൊരു ഭാഗം ഉണ്ടാ, നിങ്ങൾക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ ഭാഗം ഒഴിവാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര മാർക്ക് നിങ്ങളുടെ മുമ്പിൽ നഷ്ടപ്പെട്ടു പോകുമെന്ന്. സോ 2 മാർക്ക് മാത്രമേ നഷ്ടപ്പെട്ടു പോകത്തുള്ളെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗം സ്കിപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു എന്താണ് നമ്മുടെ ഒരു ഹാർഡ്നെസ് കുറയ്ക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് ഇഷ്ടമില്ല, പക്ഷെ ആ ടോപ്പിക്കിൽ നിന്ന് 6 മാർക്കിന് ചോദിക്കുമെങ്കിൽ നിർബന്ധിതമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഭാഗം നോക്കിയേ പറ്റൂ. കണ്ടോ, അങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോകണം. അതേപോലെ ഏറ്റവും അവസാനം നമ്മൾ കറണ്ട് അഫേഴ്സ് നോക്കിയാൽ മതിയാവും. പരീക്ഷയോടനുബന്ധിച്ച് 2 മാസം മുമ്പ് എന്തായാലും കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾ കൂടി എന്ത് ചെയ്യണം, ഇതിന്റെ കൂടെ പാരലായിട്ട് കൊണ്ടുപോകണം. സോ അത് പരീക്ഷ എടുക്കും. അപ്പൊ ഇപ്പൊ നിലവില് ചുരുക്കി പറഞ്ഞാല് ഈ പറഞ്ഞിരിക്കുന്ന 50 മാർക്കും ഈ പറഞ്ഞിരിക്കുന്ന 40 മാർക്കും ഉൾപ്പെടെ 90 മാർക്കിന്റെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓടിക്കൊണ്ടേ ഇരിക്കണം. ഒരിക്കലും ഓട്ടം നിർത്തരുത്, ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കണം. ആ 90 മാർക്കിനകത്തുനിന്ന് ഒരു 80 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് ഉയരണം എന്നുള്ളതാണ് യാഥാർത്ഥ്യത. സോ പണ്ടൊക്കെ നമ്മൾ പോലീസിന്റെ പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്തെ വലിയൊരു ധാരണ ഉണ്ടായിരുന്നു. എന്തോന്നറിയോ ധാരണ? അതായത് നിങ്ങൾക്ക് +2 ഉണ്ടോ? ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, പോലീസിന്റെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. പോലീസിന്റെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓടാനൊക്കെ അറിയാമോ? ഓടാനും ചാടാനും ഒക്കെ സെറ്റാണോ? ആണ്. അങ്ങനെയാണെങ്കിൽ പോലീസ് കിട്ടും. അങ്ങനെയായിരുന്നു പണ്ട്. പക്ഷെ അതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുക. ഒരുപാട് മാറ്റങ്ങൾ വരികയും കട്ട് ഓഫ് ഒക്കെ ഭയങ്കരമായിട്ട് ഉയർന്നു പോവുക. പണ്ടൊക്കെ നമ്മൾ പരീക്ഷ എഴുതുന്ന സമയത്ത് ഒരു 15 മാർക്ക് വാങ്ങിച്ചാൽ വരെ മെയിൻ ലിസ്റ്റിനകത്തേക്ക് ഉൾപ്പെട്ടുകൊണ്ടിരുന്ന ഇപ്പോൾ 60 മാർക്കൊക്കെ വാങ്ങിക്കുന്ന സമയത്താണ് എവിടെ വരുന്നത്, മെയിൻ ലിസ്റ്റിൽ വരുന്നത്. ആ ഒരു നിലവാരത്തിലേക്ക് PSC മാറി, ആ ഒരു നിലവാരത്തിലേക്ക് ഉദ്യോഗാർത്ഥികളും തിരിഞ്ഞു തുടങ്ങി. സോ ഈ ഒരു തസ്തിക, പോലീസ് എന്ന് പറയുന്ന തസ്തിക, ഈ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. സോ അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അവർ ഏറ്റവും ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്യുക, അവരുടെ കൂടെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികളാണ് നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും കട്ട് ഓഫ് കൂടത്തില്ലേ? അതാണ് കഴിഞ്ഞ ഒരു 2 പോലീസ് കോൺസ്റ്റബിളിന്റെ പരീക്ഷ കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ
കഴിഞ്ഞ 2 CPO പരീക്ഷകൾ കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ട യാഥാർത്ഥ്യത, ആ യാഥാർത്ഥ്യത ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കുന്നതല്ല. മുമ്പോട്ടുള്ള പ്രിപ്പറേഷനിൽ തീർച്ചയായിട്ടും എങ്ങനെ പഠിക്കണം, ഏത് നിലവാരത്തിൽ പഠിക്കണം എന്നുള്ള കാര്യത്തിൽ ധാരണ ഉണ്ടാവും. സോ അങ്ങനെ ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്തു പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്കൊരു ഗൈഡൻസ് കൃത്യമായിട്ട് വേണം. ആ ഗൈഡൻസ് ഇല്ലാത്തതാണ് പലപ്പോഴും നമ്മൾ പരാജയപ്പെടാൻ കാരണം. സോ കൃത്യമായ മെന്റർഷിപ്പ് വേണം, കൃത്യമായ ഗൈഡൻസ് വേണം. എന്താണ് പഠിക്കേണ്ടത്, ഈ പരീക്ഷ എഴുതണം, ആ പരീക്ഷ എഴുതണം, സോ സ്ഥിരമായിട്ട് മോഡൽ എക്സാമ്പിൾ എഴുതണം, OMR പരീക്ഷ എഴുതണം. ഇതിനെല്ലാം കൃത്യമായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്തുകൊണ്ട് 2025 നടക്കുന്ന CPO പരീക്ഷ കൃത്യമായിട്ട് ക്ലിയർ ചെയ്യുവാൻ വേണ്ടി നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പുതിയ ബാച്ചാണ്. സോ പരീക്ഷ വരെയും നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടാവും, ലൈവ് ക്ലാസ്സുകൾ കാണും. സോ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾ അധ്യാപകരോട് നേരിട്ട് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. സ്ഥിരമായിട്ട് മോഡൽ എക്സാമ്പിൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ OMR പരീക്ഷകൾ എഴുതാൻ സാധിക്കും. നിങ്ങൾക്കൊരു മെന്റർ ഉണ്ടാകും, ആ മെന്ററിനോട് കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള സൊല്യൂഷൻ ഉണ്ടാകും. സോ കൃത്യമായ ഗൈഡൻസോട് കൂടി 2025 നടക്കാൻ പോകുന്ന CPO പരീക്ഷ നമുക്ക് അങ്ങോട്ട് ഒരുമിച്ച് പഠിക്കാം. സോ ഇവിടെ ബോർഡ് നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ബോർഡ് നമ്പറിലെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. 8590202323 എന്ന് പറയുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. സോ ഈ ഏറ്റവും പുതിയ ബാച്ചിന്റെ പ്രത്യേകത, തുടക്കക്കാർക്ക് മുതൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ച് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ റിവിഷൻ, ആദ്യം പഠിക്കേണ്ട കാര്യങ്ങൾ റിവിഷൻ കിട്ടും. സോ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുക. 2025 എന്ന് പറയുന്ന വർഷത്തിലെ ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകേണ്ട വർഷമാണെന്നുള്ള കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. എടാ മക്കളെ, 2022 പരീക്ഷ നടക്കുമ്പോൾ പല ബറ്റാലിയനുകളായിട്ട് KP1 ആയിക്കോട്ടെ, KP2 ആയിക്കോട്ടെ, 3 ആയിക്കോട്ടെ, SAP ആയിക്കോട്ടെ, MSB ആയിക്കോട്ടെ, വിവിധ ബറ്റാലിയനുകളിലെ CPO പരീക്ഷ നടന്നുപോയ സമയത്ത് ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് 22 ആയിരുന്നു. എടാ ഏറ്റവും കൂടിയ കട്ട് ഓഫ് 36 ആയിരുന്നു. അതായത് 22 മാർക്ക് വാങ്ങിച്ചൊരുത്തൻ റാങ്ക് ലിസ്റ്റിനകത്ത് വന്നിരിക്കുക. കണ്ടോ? അപ്പോൾ 22 തുടങ്ങി 36 കട്ട് ഓഫ് വന്ന വിവിധ ബറ്റാലിയനുകളും ഉണ്ടായിരുന്നു. കണ്ടോ? 22 തുടങ്ങി 36 വരെയുള്ള കട്ട് ഓഫുകൾ വന്ന ബറ്റാലിയനാണ് 2022 നടന്ന CPO പരീക്ഷയുടെ ഒരു ഓവറോൾ സമ്മറി എന്ന് പറഞ്ഞ. എടാ മക്കളെ, 2023 നമ്മൾ വരുമ്പോൾ 2023 വരുമ്പോൾ കണ്ടോ, കട്ട് ഓഫ് അതിദാരുണമായിട്ടാണ് ഉയർന്നു പോയിരിക്കുന്നത്. 39 പോയി. ചില ബറ്റാലിയന്റെ കാര്യമാണ് പറയുന്നത്. അതായത് ആ സ്ലോട്ടിൽ പരീക്ഷ എഴുതിയ, ഇപ്പൊ KP1 ആയിക്കോട്ടെ, അല്ലെങ്കിൽ 3 ആയിക്കോട്ടെ, അല്ലെങ്കിൽ SAP ആയിക്കോട്ടെ, അല്ലെ MSB ഏതെങ്കിലും ബറ്റാലിയൻ ആയിക്കോട്ടെ, ആ ബറ്റാലിയനിലെ നടന്നുപോയ മുഴുവൻ പരീക്ഷകൾ നമ്മൾ നോക്കുമ്പോൾ 39 മാർക്കാണ് ആ ഫുൾ ബറ്റാലിയനിലെ ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് ആയിട്ട് വന്നത്. മാത്രമല്ല 50 വന്ന ബറ്റാലിയനും ഉണ്ടായിരുന്നു. കേട്ടോ, 50 വരിക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. പണ്ടൊക്കെ എന്ത് വരുന്ന ആൾക്കാർ പറഞ്ഞത്, എടാ നിങ്ങൾക്ക് ഓടാൻ അറിയാവോ? ഓടാൻ അറിയാം. അങ്ങനെയാണെങ്കിൽ PSCക്ക് എന്ത് ജോലി കിട്ടും? പോലീസ് ജോലി കിട്ടും. ആ ഒരു അവസ്ഥ മാറി. കട്ട് ഓഫ് 50 വരുന്ന രീതിയിൽ, അതായത് നമ്മുടെ LD നിലവാരത്തിലേക്കൊക്കെ ചോദ്യങ്ങളുടെ ആ ഒരു പാറ്റേൺ ഉയർന്നു പോയി എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യത. കഴിഞ്ഞ, അതായത് ഈ 2024 നടന്ന പരീക്ഷയ്ക്ക് 42 തുടങ്ങി 52 വരെയുള്ള കട്ട് ഓഫുകളാണ് വിവിധ ബറ്റാലിയനിൽ വന്നിട്ടുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 2025 നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ, 2025 നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഇതിന്റെ ട്രെൻഡ് ആവർത്തിക്കുവാണെങ്കിൽ ഒരു 55 മുതൽ 65 അല്ലെങ്കിൽ 60 വരെയൊക്കെ കട്ട് ഓഫ് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാല് ഒരു പോലീസ് ജോലി സ്വപ്നം കാണുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ, എടാ മക്കളെ, നിങ്ങൾ ഒരു 70 മാർക്കാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ജോലി കിട്ടും. അതല്ല നിങ്ങൾ നെഗറ്റീവ് ന്യൂസുകൾക്ക് പുറമിന് പോകുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ലൈഫാണ് നിങ്ങളായിട്ട് തന്നെ ഒഴിവാക്കി കളയുന്നത്. സോ ഈ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട്, എടാ ഒരൊറ്റ വേക്കൻസി പോരെ. എന്തുകൊണ്ടാണ് കട്ട് ഓഫ് ഉയരുന്നത്? പഠിക്കുന്നവൻ അറിയാം എന്ത്, അവന്റെ ഭാവി രക്ഷപ്പെടണമെങ്കിൽ CPO ആകണമെന്നുള്ളത്. കാരണം അവന്റെ മോഹമാണ്, അവന്റെ ആഗ്രഹമാണ്, അവന്റെ ലൈഫ് സെറ്റ് ആകും എന്നുള്ള കാര്യം അവനറിയാം. അവൻ നെഗറ്റീവ് ന്യൂസുകൾക്ക് പുറമിന് പോത്തില്ല. നെഗറ്റീവ് ന്യൂസുകൾക്ക് പുറമിന് പോകുന്നവർ അതിന്റെ പുറമിന് പൊക്കോണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ് നിങ്ങൾ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിന്റെ ആദ്യത്തെ 50 വരാതിരുന്നത്? ആ ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ പോരെ. ഇപ്പൊ എല്ലാവരും പറയാറുണ്ട്, ഞാന് കഴിഞ്ഞ പരീക്ഷ എഴുതി, ഇതുവരെ ഒന്നും വന്നില്ല, അല്ലെങ്കിൽ ഞാൻ എഴുതിയതാ, എന്നിട്ട് അതിനകത്ത് നിന്ന് 22% എടുത്തുള്ളൂ,
അല്ലെങ്കിൽ 20% ആളുകൾ എടുത്തിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ആദ്യത്തെ 10-നകത്ത് വരാഞ്ഞത്? നിങ്ങൾ ആദ്യത്തെ 10-നകത്ത് വരുമായിരുന്നു, നിങ്ങൾക്ക് ജോലി കിട്ടത്തില്ലായിരുന്നോ? സോ ചുരുക്കി പറഞ്ഞാല് ആദ്യത്തെ 50-നകത്തേക്ക് വരാൻ ശ്രമിക്കുക. അതല്ലാതെ പുറത്തുനിന്നുള്ള ഈ സർക്കാരിന് കുറച്ച് ഇത് സിസ്റ്റം കാണും, അവർ ആ രീതിയിലേ എടുക്കത്തുള്ള ആൾക്കാരെ. അതിനകത്ത് നമുക്കൊന്നും കൈ കടത്താനും പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പുറത്തുള്ള നെഗറ്റീവ് ന്യൂസുകളുടെ പുറകിന് പോകാതെ ഏറ്റവും കുറഞ്ഞ ഒരു 60-65 മാർക്കെങ്കിലും മിനിമം, ഒരു 60-65 മാർക്കെങ്കിലും മിനിമം കിട്ടുന്ന രീതിയിലേക്ക് പഠന നിലവാരം ഉയർത്തിയെടുക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യത. സോ ഇനി പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആദ്യത്തെ 50 മാർക്കിനകത്ത് ഏറ്റവും അവസാനം പറഞ്ഞു പോയ സ്പെഷ്യൽ ടോപ്പിക്ക്, 8 മൊഡ്യൂൾ അടങ്ങുന്ന സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് നമുക്കറിയാം ഒരുപാട് മാറ്റങ്ങളോടുകൂടിയാണ് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഇത്തവണത്തെ നമ്മുടെ കേരള പോലീസ് കോൺസ്റ്റബിൾ അല്ലെങ്കിൽ CPO പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിനകത്തുനിന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ പരീക്ഷകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. സോ ആ മാറ്റങ്ങൾ പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് നമുക്കറിയാം IPC ആണെങ്കിലും CRPC ആണെങ്കിലും അതേപോലെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആണെങ്കിലും ഇതെല്ലാം അങ്ങോട്ട് മാറി. ഇതിനെല്ലാം പകരം IPCക്ക് പകരം BNS വന്നിരിക്കുകയാണ്. ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്ന പുതിയൊരു ഭാഗം വന്നിരിക്കുകയാണ്. അതേപോലെ CRPCക്ക് പകരം BNSS വന്നിരിക്കുകയാണ്. അതുപോലെ എവിഡൻസ് ആക്ടിന് പകരം ഭാരതീയ സാക്ഷ്യ അധിനിയൻ അല്ലെങ്കിൽ BSA എന്ന് പറയുന്ന പുതിയ ഭാഗം വന്നിരിക്കുകയാണ്. സോ ഇതൊക്കെ നമ്മൾ തുടക്കം മുതലേ പഠിക്കേണ്ട സാധനങ്ങളാണ്. അതിനകത്ത് നമ്മുടെ ഈ BNS എന്ന് പറയുന്ന ഈ ഒരു ഭാഗമൊക്കെ ഒരുപാട് ഡേഞ്ചർ സാധനമാണ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മുമ്പോട്ടുള്ള യാത്രയിലെ ഈ സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് വന്ന മാറ്റങ്ങൾ പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പോട്ടുള്ള പഠനത്തിലെ ഏറ്റവും ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന 60-65 മാർക്ക് എന്ന് പറയുന്ന ഈ വലിയ ടാർഗറ്റ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ പുറത്തേക്ക് നോക്കരുത്, പുറത്ത് ആളുകൾ എന്ത് പറയുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഒരു കാരണവശാലും മൈൻഡ് ചെയ്യേണ്ട. നിങ്ങൾക്കുള്ളത് തീർച്ചയായിട്ടും ഒരു വേക്കൻസി ആണെങ്കിൽ പോലും കിട്ടും. സോ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക, അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. സോ പരിശ്രമിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട് പഠിക്കുക. നമ്മുടെ 90 ദിവസത്തെ ടൈം ടേബിൾ ഞാനെന്ന് പറഞ്ഞു തരാം. നിങ്ങൾ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. നോക്കിയേ എടാ മക്കളെ, നമ്മൾ പുതുതായിട്ട് തുടങ്ങുന്ന ബാച്ചിന്റെ ടൈം ടേബിൾ ഇങ്ങനെയാണ് പോകുന്നത്. 90 ദിവസത്തെ ഒരു പ്രോഗ്രാമാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. എടാ ഈ 90 ദിവസത്തെ പ്രോഗ്രാമിനകത്ത് നിങ്ങൾ നോക്കിയേ, ഒന്നാമത്തെ ദിവസം നമ്മൾ പഠിക്കുന്നത് കേരള ചരിത്രമാണ്. അതിനകത്ത് യൂറോപ്യന്മാരുടെ വരവുണ്ട്. അത് തന്നെ പല ഭാഗങ്ങളായിട്ടാണ്. അതിലെ പാർട്ട് 1 ആണ് നമ്മൾ അന്ന് പഠിക്കുന്നത്. പിന്നെ ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ, അതായത് ഭൂമിയുടെ ഘടന, ഭൗമോപരിതലം, അങ്ങനെയൊക്കെയുള്ള ചെറിയ ഭാഗങ്ങൾ, ജോഗ്രഫിയാണ്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ എക്കണോമിക്സിനകത്തുനിന്ന് ഇന്ത്യൻ സാമ്പത്തിക രംഗം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതെല്ലാം ചെറിയ ചെറിയ ഭാഗങ്ങളാണ്. ഭരണഘടനയുണ്ട്, ഭരണഘടന ഇൻട്രൊഡക്ഷൻ മാത്രം പറയുന്നു. എന്നിട്ട് നമ്മൾ നേരെ എങ്ങോട്ട് പോകുന്നു? ബയോളജി എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോകുന്നു. അവിടെ ജീവശാസ്ത്രമുണ്ട്, പൊതുജനാരോഗ്യമുണ്ട്, കോശം എന്ന് പറയുന്ന ഭാഗം പഠിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാല് ഒരു ദിവസം എത്ര സബ്ജക്റ്റ് ആണ് നോക്കുന്നത് നോക്കിയേ. ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് എല്ലാ സബ്ജക്റ്റുകളും പഠിക്കണം. അല്ലാതെ ഒരു ദിവസം എടുത്തിട്ട് ഇന്നത് മാത്രമല്ല പഠിക്കേണ്ടത്. ഇതുപോലെ നിങ്ങൾ ടൈം ടേബിൾ അറേഞ്ച് ചെയ്ത് പഠിക്കണം. കണ്ടോ, ഇതുപോലെ നിങ്ങൾ ടൈം ടേബിൾ അറേഞ്ച് ചെയ്ത് പഠിക്കുവാണെങ്കിൽ 90 ദിവസം കൊണ്ട് നമ്മുടെ ടൈം ടേബിൾ ഏറ്റവും ഭംഗിയായിട്ട് അങ്ങ് തീരും. സോ കൃത്യമായിട്ട് ഇങ്ങനെ ഫോളോ ചെയ്യണം. എന്നാണ് നോക്കിക്കോ, ഇതിപ്പം കണ്ടോ എത്ര സബ്ജക്ട്സ് നോക്കിയതാണ്ടേ, 1, 2, 3, 4, 5 ടോപ്പിക്ക് നോക്കി. എടാ 5 സബ്ജക്ട്സിനകത്തുനിന്ന് 5 ടോപ്പിക്കുകൾ നമ്മൾ നോക്കി ഏറ്റവും ഭംഗിയായിട്ട് എഴുതി വെച്ചു, വൃത്തിയായിട്ട് വായിച്ചു നോക്കി, 2-3 തവണ വായിച്ചു. ഒരു ദിവസം ചെയ്ത പരിപാടിയായത്. സോ തൊട്ടടുത്ത ദിവസം 2ാമത്തെ ദിവസത്തിലേക്ക് പോകുന്നു. എടാ മക്കളെ, 2ാമത്തെ ദിവസത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ മലയാളം എടുത്തു. കണ്ടോ, മലയാളം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചോ? ഇല്ല, മലയാളം എടുത്തു. മലയാളത്തിനകത്ത് പദശുദ്ധി മാത്രം പഠിച്ചു. കണ്ടോ, അതിനുശേഷം അത് കഴിയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കുറെ ചോദ്യങ്ങൾ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നു. നേരെ ഇംഗ്ലീഷ് എടുക്കുന്നു. എടാ ഇംഗ്ലീഷിനകത്ത് ആർട്ടിക്കിൾ പഠിക്കുന്നു. ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്, പഠിച്ചു തീർക്കുന്നു. സോ ചെറിയ ഭാഗമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. നേരെ മാത്സിനകത്തോട്ട് പോകുന്നു. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറയുന്ന ഭാഗം നമ്മൾ നോക്കുന്നു. വളരെ ബേസിക് ആയിട്ടുള്ള ഭാഗമാണ് അതെല്ലാം. അതിനുശേഷം സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് പോകുന്നു. സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് ഡെഫിനിഷൻ ഓഫ് CRPC 1973, അതേപോലെ സ്കൂൾ ടെക്സ്റ്റ് ക്ലാസ് എങ്ങനെ
5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ സോഷ്യൽ സയൻസ് അപ്പൊ SCERT കൂടി നമ്മൾ അവിടെ ഉൾപ്പെടുത്തുവാണ്. ഓരോ ദിവസം ടൈം ടേബിൾ അറേഞ്ച് ചെയ്യുമ്പോൾ SCERTയും അതേപോലെ NCERT പാഠപുസ്തകങ്ങൾക്കുള്ള പങ്ക് കൂടി നിങ്ങൾ ആ ഓരോ ദിവസത്തെ ടൈം ടേബിൾ അറേഞ്ച് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും. പിന്നെ കണ്ടോ, വീണ്ടും നമ്മൾ ബയോളജി ഭാഗത്തേക്ക് പോകുമ്പോൾ അത് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഭാഗമായതുകൊണ്ടാണ് ആ കോശത്തിന്റെ ബാക്കി പഠിക്കാനുണ്ട്. ഏതൊക്കെയാ? ഈ RNA DNA എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ പിന്നെ നോക്കാനുണ്ട്. അങ്ങനെ ആദ്യത്തെ 2 ദിവസങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചു. അങ്ങനെ നമ്മൾ 3ാമത്തെ ദിവസത്തേക്ക് കടക്കും. അവിടെയും നമ്മൾ ഇങ്ങനെ ഓരോ ടൈം ടേബിൾ അറേഞ്ച് ചെയ്ത് പഠിക്കുന്നു. 4ാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അവിടെയും ടൈം ടേബിൾ അറേഞ്ച് ചെയ്ത് പഠിക്കുന്നു. 5ാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അവിടെയും നമ്മൾ കൃത്യമായിട്ട് കേരള ചരിത്രമാണെങ്കിലും അതുപോലെ ജോഗ്രഫി ആണെങ്കിലും അതുപോലെ നമ്മുടെ ധനതത്വശാസ്ത്രം അല്ലെങ്കിൽ എക്കണോമിക്സ് ആണെങ്കിലും ഇന്ത്യൻ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അതേപോലെ വീണ്ടും ജീവശാസ്ത്രം പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഭാഗത്തിനകത്തുനിന്ന് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന ഭാഗം നമ്മൾ പഠിക്കുന്നു. അങ്ങനെ നമ്മൾ ആദ്യത്തെ 5 ദിവസം ഏറ്റവും ഭംഗിയായിട്ട് ഇങ്ങനെ കൃത്യമായിട്ട് ഓരോ ടോപ്പിക്കുകൾ വൃത്തിയായിട്ട് നോക്കി പോയി 6ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 6ാമത്തെ ദിവസം കഴിയുമ്പോൾ ഒരു ക്ലാരിറ്റി, അതായത് ഒരു ക്ലാരിറ്റി നിങ്ങളിൽ ഉണ്ടാകും. അതായത് ഏകദേശം നമ്മുടെ സിലബസിന്റെ ഒരു 2% കൃത്യമായിട്ട് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അപ്പോൾ 6 ദിവസം കഴിയുമ്പോൾ 1ാമത്തെ ദിവസം പഠിച്ചത് സ്വാഭാവികമായിട്ട് ചെറുതായിട്ടൊന്ന് മറന്നുപോയില്ലേ? മറന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ 7ാമത്തെ ദിവസം നിങ്ങൾ ഒന്നും പഠിക്കണ്ട. 7ാമത്തെ ദിവസം കൃത്യമായിട്ട് ആദ്യത്തെ ഫസ്റ്റ് ഡേ മുതൽ 6 ദിവസം വരെ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക, വായിക്കുക, വീണ്ടും വായിക്കണം. ഏത്? നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന നോട്ട്. എഴുതിയെടുക്കുമ്പോൾ നിങ്ങൾ 2 തവണയാണ്. നിങ്ങൾ കാണുന്നു, എഴുതുന്നു, വായിക്കുന്നു. കണ്ടോ, ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ എഴുതിയെടുക്കണം എന്ന് പറഞ്ഞത്. സോ എഴുതിയെടുത്ത നോട്ട് 7ാമത്തെ ദിവസം ഏറ്റവും ഭംഗിയായിട്ട് ഈ 6 ദിവസം പഠിച്ച കാര്യങ്ങൾ വീണ്ടും ഒന്ന് വായിച്ചു നോക്കുമ്പോൾ ഒരിക്കലും മനസ്സിൽ നിന്ന് പോത്തില്ല. ഇത് പരീക്ഷ വരെയും ഇങ്ങനെ പോകണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ 8ാമത്തെ ദിവസം ടൈം ടേബിൾ നോക്കുക, 9, 10 അങ്ങനെ പോകണം മുമ്പോട്ട്. അപ്പൊ അതുകൊണ്ട് ടൈം ടേബിൾ അറേഞ്ച് ചെയ്ത് പഠിക്കുന്നതിന്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യത അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് എന്ന് പറയും, മുമ്പോട്ടുള്ള യാത്രയിലെ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടും. ഇപ്പൊ സാധാരണ നമ്മൾ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർ ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ടായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ടൈം ടേബിൾ അറേഞ്ച് ചെയ്ത് പഠിക്കാത്ത ഒരു ഉദ്യോഗാർത്ഥിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയും? സ്വാഭാവികമായിട്ട് ഇന്ന് വൈകുന്നേരം ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പാഠഭാഗം ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ ആയിരിക്കും എടുത്തു വെച്ചിട്ടുണ്ടാകുക. അതിന്റെ 51ാമത്തെ പേജ് മുതൽ 55ാമത്തെ പേജ് വരെയാണ് ഞാൻ വായിക്കാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് എന്ന് കരുതുക. വൈകുന്നേരം എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നു വീട്ടിലോട്ട്. അവൻ പറയാ, അളിയാ നമുക്ക് പുറത്തു വരണം അടിക്കുക എന്ന് പറയുക. സ്വാഭാവികമായിട്ട് അവൻ്റെ കൂടെ ഞാൻ പോത്തില്ലേ? പോവും. അത് ആരാണെങ്കിലും അങ്ങനെ ചെയ്യത്തില്ലേ? പക്ഷെ ഇവൻ വന്ന് വിളിക്കുമ്പോൾ നമ്മൾ ആലോചിക്കും, എന്ത്? വൈകുന്നേരം പഠിക്കാനുണ്ട്. ഏത്? ഇന്ന പേജ് മുതൽ 51ാമത്തെ പേജ് മുതൽ 55ാമത്തെ പേജ് വരെ എനിക്ക് വായിക്കാനുണ്ട്. ഞാനിത് ഇന്ന് വൈകുന്നേരം വായിച്ചില്ലെങ്കിൽ സീന. കാരണം എന്താ? നാളെ വേറെ സാധനം എനിക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഞാൻ എന്തോ അവനോട് പറയാളെ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് അവനെ അങ്ങ് ഒഴിവാക്കും. അപ്പൊ അങ്ങനെ മുമ്പോട്ടുള്ള യാത്രയിലെ ഓരോ ദിവസങ്ങളും കൃത്യമായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്തി എടുക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ ടൈം ടേബിൾ അറേഞ്ച് ചെയ്യാതെ പോകുന്നെങ്കിലോ അവൻ്റെ കൂടെ പോവും, അല്ലെങ്കിൽ കറങ്ങി നടക്കും നമ്മൾ. സോ അതുകൊണ്ട് സമയത്തിന് വലിയൊരു വാല്യൂ കൊടുക്കണം. ഈ ഒരു സമയത്ത് നിങ്ങൾ എടുക്കുന്ന എഫേർട്ടാണ് അടുത്ത ഒരു 10-40 വർഷം നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്. സോ അതുകൊണ്ട് ഈ 90 ദിവസത്തെ ടൈം ടേബിൾ എല്ലാം ഒന്നും നമുക്ക് ക്ലാസ്സിൽ പറയാൻ പറ്റിയില്ല. പക്ഷെ ഇതാണ് ഞങ്ങളുടെ ഒരു സിലബസിന്റെ ഒരു സിസ്റ്റം. ഇങ്ങനെയാണ് പോകുന്നത്. അതായത് ഈ ടൈം ടേബിൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ മുമ്പോട്ട് പഠിച്ചു പോകുന്നത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു ആ ഒരു ചെറിയൊരു വീഡിയോ. നമുക്കിത് ഈ ടൈം ടേബിൾ മൊത്തത്തിൽ 90 ദിവസത്തെയും കംപ്ലീറ്റ് ടൈം ടേബിൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ആ 8590202323 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ 90 ദിവസത്തെ ടൈം ടേബിൾ കൃത്യം PDF നിങ്ങളുടെ കൈകളിലേക്ക് എത്തും. അത് ആ ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. സോ ഇതാണ് ഞങ്ങളുടെ 90 ദിവസത്തെ ടൈം ടേബിൾ. ഇതിനനുസരിച്ചുള്ള എല്ലാ ക്ലാസ്സുകളും ആപ്പിനകത്ത് സജ്ജമായിട്ടുണ്ടാവും. ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, മോഡൽ എക്സാമുകൾ ഉണ്ടാവും, റിവിഷൻ എക്സാമുകൾ ഉണ്ടാവും, മെന്റർ സപ്പോർട്ട് ഉണ്ടാവും. ഇതൊക്കെയാണ് അവസ്ഥ. അപ്പൊ ഈ ഒരു അവസാന ഘട്ടത്തിൽ വർഷാവസാനമായി. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചു. 2025 പുതിയൊരു വർഷത്തിലേക്ക് ആളെടുത്ത് വെക്കുമ്പോൾ ഒരു സർക്കാർ ജോലി കൂടെ എൻ്റെ ജീവിതത്തിൽ വേണം എന്നുള്ള ആ ഒരു ബോധം നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാം. സോ നിങ്ങൾ എടുത്തിരിക്കുന്ന ഈ ഒരു നിമിഷത്തെ ജീവിതത്തെ
ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ഇപ്പോൾ എടുക്കാൻ പോകുന്ന തീരുമാനം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുവാനും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനും നിങ്ങൾക്കൊരു ഓഫർ തരാൻ പോവാണ്. സോ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ കോഴ്സുകൾക്കും നമ്മളൊരു 30% റിഡക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് ഇന്നലെ വരെ നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ന് മുതൽ 30% ഓഫറാണ് കിട്ടാൻ പോകുന്നത്. സോ ഈ ഒരു സാധ്യതയാണിത്. ദൈവം ചില ആളുകൾക്ക് ചില സാധ്യതകൾ കൊടുക്കാറുണ്ട് അല്ലേ? എന്താണ് ഇപ്പം അങ്ങനെ ഒരുപാട് നമ്മൾ കേൾക്കാറുണ്ട്, ചില സാധ്യതകൾ അവർക്ക് കൊടുക്കാറുണ്ട്. ആ സാധ്യതകൾ പോലും അവർ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ ജീവിതത്തിൽ അവർ ഫ്ലോപ്പായി പോത്തേ ഉള്ളൂ. സോ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന വലിയൊരു സാധ്യതയാണിത്. സോ ഇതുകൂടി നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തി എടുത്തുകൊണ്ട് 90 ദിവസത്തെ ലോങ് ടൈം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ അപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ്സിലെ അടുത്ത CPO വിമൻ CPO പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്നാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്, സോ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കണോ അതോ പഠിച്ചു തുടങ്ങണോ എന്നുൾപ്പെടെയുള്ള എങ്ങനെയാണ് പഠിക്കേണ്ടത്, ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ടുള്ള കൃത്യമായുള്ള പഠന സ്റ്റൈല് വരെ നമ്മൾ ക്ലാസ്സിൽ പ്രയോജനപ്പെടുത്തി പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിലേക്ക് ഷെയർ എത്തിക്കുക. അടുത്ത ഒരു എല്ലാവർക്കും ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ ടേക്ക് കെയർ.